കർക്കിടക മാസഫലം 2026 ഭാഗം 2 ആയില്യം മുതൽ ചിത്തിര വരെ 9 ആയില്യം. തൊഴിൽ. ജോലിയിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാം. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തികം. ധനസ്ഥിതി മെച്ചപ്പെടും. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതം. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും സമാധാനപരമായി പരിഹരിക്കാൻ സാധിക്കും. ആരോഗ്യം. ദഹനസംബന്ധമായ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദവും ശ്രദ്ധിക്കുക. വിദേശയോഗം. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കാം. വിവാഹയോഗം. വിവാഹാലോചനകൾ അനുകൂലമായി മുന്നോട്ടു പോകും. പരിഹാരം. നാഗദേവതയെ ആരാധിക്കുക. ആയില്യം നാളിൽ പാലഭിഷേകം നടത്തുന്നത് ഗുണകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭാഗ്യനിറം പച്ച. ഭാഗ്യസംഖ്യ 2. 10 മകം. തൊഴിൽ. ജോലിയിൽ അംഗീകാരവും സ്ഥാനക്കയറ്റത്തിനും സാധ്യതയുണ്ട്. സർക്കാർ മേഖലയിലുള്ളവർക്ക് അനുകൂല സമയം. സാമ്പത്തികം. വരുമാനം വർദ്ധിക്കാം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. കുടുംബജീവിതം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. ആരോഗ്യം. ഹൃദയാരോഗ്യത്തിലും രക്തസമ്മർദ്ദത്തിലും ശ്രദ്ധ പുലർത്തുക. വിദേശയോഗം. വിദേശത്തുനിന്നുള്ള തൊഴിൽ അവസരങ്ങൾ ലഭിക്കാം. വിവാഹയോഗം. വിവാഹത്തിന് നല്ല ആലോചനകൾ വന്നേക്കാം. പരിഹാരം. ആദിത്യഹൃദയം പാരായണം ചെയ്യുക. സൂര്യനമസ്കാരം ചെയ്യുക. ഭാഗ്യനിറം ഓറഞ്ച്. ഭാഗ്യസംഖ്യ 1. 11 പൂരം. തൊഴിൽ. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. പുതിയ കരാറുകളും അവസരങ്ങളും ലഭിക്കാം. സാമ്പത്തികം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. നിക്ഷേപങ്ങളിൽ നേട്ടം ലഭിക്കാൻ സാധ്യത. കുടുംബജീവിതം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും. ആരോഗ്യം. അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. വിദേശയോഗം. വിദേശ ബിസിനസ് ബന്ധങ്ങൾ വളരാൻ സാധ്യതയുണ്ട്. വിവാഹയോഗം. വിവാഹത്തിനുള്ള അനുകൂല സമയമാണ്. പരിഹാരം. മഹാലക്ഷ്മി ആരാധന നടത്തുക. വെള്ളിയാഴ്ച നെയ്വിളക്ക് തെളിയിക്കുക. ഭാഗ്യനിറം പിങ്ക്. ഭാഗ്യസംഖ്യ 6. 12 ഉത്രം. തൊഴിൽ. പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് അംഗീകാരം ലഭിക്കും. സാമ്പത്തികം. വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുകയും ചെയ്യും. കുടുംബജീവിതം. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യത. ആരോഗ്യം. പൊതുവെ ആരോഗ്യം മികച്ചതായിരിക്കും. വിദേശയോഗം. വിദേശയാത്രയ്ക്കും ഉയർന്ന പഠനത്തിനും അനുകൂല സമയം. വിവാഹയോഗം. വിവാഹാലോചനകൾ വിജയകരമാകാൻ സാധ്യത. പരിഹാരം. മഹാവിഷ്ണുവിനെ ആരാധിക്കുക. ഓം നമോ നാരായണായ ജപിക്കുക. ഭാഗ്യനിറം മഞ്ഞ. ഭാഗ്യസംഖ്യ 5. 13 അത്തം. തൊഴിൽ. ജോലിയിൽ ചെറിയ വെല്ലുവിളികൾ ഉണ്ടാകാം. ക്ഷമയോടെ പ്രവർത്തിച്ചാൽ വിജയിക്കാം. സാമ്പത്തികം. ചെലവുകൾ നിയന്ത്രിക്കുക. അനാവശ്യ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക. കുടുംബജീവിതം. കുടുംബബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ആരോഗ്യം. ക്ഷീണവും ഉറക്കക്കുറവും ശ്രദ്ധിക്കുക. വിദേശയോഗം. വിദേശ ജോലിക്കുള്ള ശ്രമങ്ങൾ തുടർന്നാൽ ഫലം ലഭിക്കാം. വിവാഹയോഗം. വിവാഹകാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകാൻ സാധ്യത. പരിഹാരം. ഗണപതി ക്ഷേത്രദർശനം നടത്തുക. ഓം ഗം ഗണപതയെ നമോ ജപിക്കുക. ഭാഗ്യനിറം വെള്ള. ഭാഗ്യസംഖ്യ 4. 14 ചിത്തിര. തൊഴിൽ. കല, ഡിസൈൻ, നിർമ്മാണം, സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തികം. ധനലാഭത്തിനും പുതിയ വരുമാനത്തിനും സാധ്യതയുണ്ട്. കുടുംബജീവിതം. കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും. സന്തോഷകരമായ യാത്രകൾക്ക് സാധ്യതയുണ്ട്. ആരോഗ്യം. കണ്ണുകളുടെ ആരോഗ്യവും തലവേദനയും ശ്രദ്ധിക്കുക. വിദേശയോഗം. വിദേശ ജോലിക്കും ബിസിനസ്സിനും അനുകൂല സമയം. വിവാഹയോഗം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയം.
പരിഹാരം: സുബ്രഹ്മണ്യസ്വാമിയെ ആരാധിക്കുക. ഓം ശരവണഭവായ നമോ ജപിക്കുക. ഭാഗ്യനിറം ചുവപ്പ്. ഭാഗ്യസംഖ്യ 9. തുടരും. ഭാഗം 3 ചോതി മുതൽ ഉത്രാടം വരെ.